വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. പനതിം അക്കാഡമിയുടെ മറ്റൊരു എക്കണോമിക് വാല്യൂ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ എന്നുള്ള ഒരു എക്കണോമിക് ക്ലാസ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ടോപ്പിക് ഡിസ്കഷൻ ഒന്നും അല്ല നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൽ നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ 2025-26 ഒക്കെയുള്ള വർഷങ്ങളിലെ ചില PSC ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് there are certain questions which requires a little bit മോർ അറ്റൻഷൻ. ഇപ്പൊ കുറച്ചുകൂടി അറ്റൻഷൻ വേണ്ടി വരുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇൻ ദ സെൻസ് നമ്മൾ ജനറലി ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എക്കണോമിക് ആസ് യൂഷ്വലി വരാറുള്ളതാണ്. അതുപോലെ നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, 5-year പ്ലാൻസ് ഒരു മസ്റ്റ് സ്റ്റഡി ഐറ്റമാണ്. അവെയർ അബൌട്ട് ബജറ്റ്, നമ്മളെ ലേറ്റസ്റ്റ് യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു സെഷൻ ഞാൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനുദീപ് അക്കാഡമിയിൽ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളതും കിടപ്പുണ്ട്. ഒരു ചെറിയൊരു ചുരുക്കം നമ്മുടെ ബജറ്റ് 2026-2027 ബന്ധപ്പെട്ട് യൂണിയൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. നമുക്ക് അതിനകത്ത് ശരിക്കുള്ള ടേക്ക് അവേ ഉള്ളത്. ഫസ്റ്റ് പാർട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ എന്ന രീതിയിൽ പറഞ്ഞു പോയിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് പാർട്ട് അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം യൂഷ്വലി നമ്മുടെ എക്കണോമിക് കോൺസെപ്റ്റിനകത്ത് നിന്ന് ചോദ്യങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്, പ്രതീക്ഷിക്കുന്നതാണ്. എന്നാൽ ചില ചോദ്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ അനുദീപ് സാറ് തന്നെ പല ലൈവിലും പല യൂട്യൂബ് ലൈവിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ചില വളരെയധികം എന്താ പറയാ പ്രത്യേകതയുള്ള ചില ചോദ്യങ്ങളൊക്കെയും അടുത്തിടെയൊക്കെ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ പിന്നെ നമ്മുടെ സ്ലൈഡിനകത്ത് ഏറ്റവും അവസാനം സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ദിസ് ഇസ് എ വാല്യൂ അഡീഷൻ സെഷൻ ആണ്. ഇതൊരു യൂഷ്വൽ എക്കണോമിക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡിസ്കഷൻ അല്ല നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ വാല്യൂ അഡീഷൻ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ പുതുതായിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. അതുപോലെ കുറച്ച് നാളായിട്ട് PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള അധികം കേട്ടുകേൾവി ഇല്ലാത്ത ചോദ്യങ്ങളെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങളെ പറ്റിയോ അതിന്റെ ബേസിനെ പറ്റിയിട്ടോ വലിയ ധാരണയില്ല എന്നുള്ള കൺഫ്യൂഷൻസോ കൺസേൺസോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും അതിനെ പറ്റിയിട്ട് ഓർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ യൂഷ്വൽ ക്ലാസ്സസ്, റെഗുലർ ക്ലാസ്സസിൽ ഇതുമായി ബന്ധപ്പെട്ട് വേണ്ട ബേസിക് ആയിട്ടുള്ള ബാക്കി എല്ലാ കണ്ടന്റുകളും നിങ്ങൾക്ക് അവിടെ എന്തായാലും കവർ ചെയ്ത് പോകുന്നുണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുന്ന ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം അതല്ല എന്നുള്ളത് കൊണ്ട് നമ്മളൊരല്പം എന്താ പറയാ, നിങ്ങൾ പൊതുവെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ചിലരെങ്കിലും ചിന്തിക്കും ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാടൊന്നുമില്ല. പക്ഷെ ഒരു മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റാങ്ക് മേക്കിംഗ് ലെവലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ചോദ്യവും അല്ലെങ്കിൽ ഒരു മാർക്ക് എന്ന് പറയുന്നതും അത്യാവശ്യം റെലവെന്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും PSC അത്തരം ഏരിയയിലേക്ക് കൈ വെച്ചിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ அதை പറ്റിയിട്ട് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് തികച്ചും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ കൂടി കിട്ടുകയും ചെയ്യും. ഇത്തരം ഏരിയകളിൽ നിന്നൊക്കെ PSC ചോദ്യം ചോദിച്ചേക്കാം എന്നതിന്റെ ഒരു ധാരണ കൂടി നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് ആദ്യമേ ഒന്ന് വ്യക്തമാക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയതാണ്. ഒന്നുകൂടി എടുത്തു പറയേണ്ടത്, പുതുതായിട്ട് എക്കണോമിക്സ് പഠിക്കുന്ന അല്ലെങ്കിൽ PSC പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ടേംസും ടെർമിനോളജീസും കോൺസെപ്റ്റുകളും ഒന്നും കേട്ടിട്ട് എന്താ പറയുക കൺസേൺഡ് ആവേണ്ടതില്ല. ഇതൊരു വാല്യൂ അഡീഷൻ സെഷൻ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ ക്ലാസ്സുകൾ അല്ലാതെ വരുന്ന എക്കണോമിക് കോൺസെപ്റ്റുകളുടെ എല്ലാം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്കാഡമിയിൽ നിന്ന് കിട്ടുന്നുണ്ടാകും കേട്ടോ. അപ്പൊ കാര്യത്തിലൊന്നും ആരും കൺസേൺഡ് ആവേണ്ട. ഓൾറെഡി ഈ കാര്യങ്ങൾ ചില കുട്ടികളൊക്കെ ഇത്തരം ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു റിവിഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എന്ന രീതിയിലും ഈ സെഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ ഡിലേ ഒന്നും ഇല്ലാണ്ട് നേരെ നമുക്ക് ഇന്നത്തെ ക്ലാസിന്റെ കോൺസെപ്റ്റുകളിലേക്ക് കിടക്കാം. സോ ഇന്ന് ഞാൻ ഈ വ്യത്യസ്തമായ ചോദ്യങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ കോൺസെപ്റ്റുകൾ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങളിലൂടെ തന്നെയാണ്. അപ്പം സാധാരണഗതിയിൽ ചോദിച്ചിരിക്കുന്ന ഞാൻ ഈ വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തന്നിട്ട് ആ ചോദ്യം വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. അതായിരിക്കും നല്ലത് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ വേറെ ഡിലേ ഒന്നും ഇല്ലാതെ ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. See, the question is, which of the following is not a part of built-in stabilizer policy of the government? ഇത് എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയിലെ 3ാം ഘട്ട പരീക്ഷയിൽ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്.
അപ്പൊ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷന് ചോദിച്ച ഈ ഒരു ചോദ്യം പല കുട്ടികളുടെയും കാര്യത്തിൽ ചെറിയൊരു കൺസേൺ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടേം കേട്ടിട്ടില്ല. എന്ത് ടേം? ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസി ഓഫ് ദ ഗവൺമെന്റ്. ഇതെന്താ വസ്തുത എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും ഒരു ധാരണയില്ല. ദാറ്റ് ഈസ് ദ കൺസേൺ. സംഗതി വളരെ ലഘുവായിട്ടുള്ള, ലാഘവമുള്ള, എളുപ്പമുള്ള ഒരു സാധനത്തെ പറ്റിയിട്ടാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. പക്ഷെ ഈ ടേം ആരും കേട്ടിട്ടില്ല. അപ്പൊ ഇതിനെ തന്നെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇതിന് ഉത്തരം എഴുതിപ്പോയെന്നെ. പക്ഷേ ഇങ്ങനെ ഒരു ടേം, കേട്ടുകേൾവില്ലാത്തൊരു ടേം പെട്ടെന്ന് ചോദ്യത്തിൽ കാണുന്ന സമയത്ത് യൂഷ്വലി കുട്ടികളെല്ലാവരും പാനിക് ആവും. പാനിക് ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്പൊ എന്താണ് ഈ ബിൽ? അപ്പം പറയുന്ന കാര്യം പിടിയിട്ടില്ലല്ലോ. സാധാരണഗതിയിൽ ചോദിക്കുന്ന ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വന്നിരിക്കുന്ന ചോദ്യങ്ങളിലെ ആദ്യ ചോദ്യമായിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു പരീക്ഷയുടെ, പ്രാഥമിക പരീക്ഷയുടെ, ഡിഗ്രി ലെവൽ പ്രാഥമിക പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം. Which of the following is not a part of built-in stabilizer policy of the government? And options നോക്കിക്കഴിഞ്ഞാൽ an increase in the unemployment pension, an increase in the agricultural procurement prices, an increase in the personal income tax, an increase in the widow pension. അപ്പൊ എന്താണ് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ? ഇപ്പൊ ഇതിനകത്ത് പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇതേ പറ്റിയിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാന്ന് തന്നെ കരുതുക. ഇപ്പൊ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസി എന്താണെന്നുള്ളത് ഈ ചോദ്യം വായിക്കുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വലിയ ധാരണ ഇല്ലാത്തൊരു ചോദ്യം ആയിക്കൊള്ളട്ടെ. എങ്കിൽ കൂടെയും നിങ്ങൾക്ക് ഈ ഓപ്ഷൻ 4 പരിശോധിച്ചാൽ ചോദ്യത്തിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഷൻ. ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഷന്റെ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസിയുടെ ഭാഗമല്ലാത്തത് ഏത് എന്ന് കണ്ടെത്താനാണല്ലോ ചോദ്യം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ചോദ്യം അറ്റൻഡ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ 4 ഓപ്ഷനും ഒന്ന് വെരിഫൈ ചെയ്താൽ ഇതിൽ ഒരെണ്ണം മാത്രം വേറിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനായിട്ട് കാണാൻ പറ്റും. ചുമ്മാ ഒന്ന് അനലൈസ് ചെയ്താൽ ഒന്ന് നോക്കിയേ. ആൻഡ് ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ. ഇത് ഗവൺമെന്റ് സാധാരണക്കാർക്ക് ഓഫർ ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു സാധനമാണ്. ഒരു പോസിറ്റീവ് ആണല്ലോ. ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ഒരു സംഗതിയാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊക്യൂർമെന്റ് പ്രൈസസ്. അഗ്രികൾച്ചറൽ പ്രൊക്യൂർമെന്റ് പ്രൈസസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ കർഷകരിൽ നിന്ന് ഗവൺമെന്റ് സാധനം വാങ്ങുന്നതിന്റെ വില വർദ്ധിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ MSP ഒക്കെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. മിനിമം സപ്പോർട്ട് പ്രൈസ് ഒക്കെ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതും പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള സാധനമാണ്. ആൻഡ് ഇൻക്രീസ് ഇൻ ദ പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റ്. നമ്മുടെ പേഴ്സണൽ ഇൻകം ടാക്സ്, ആദായ നികുതി. അപ്പൊ ആദായ നികുതിയിൽ വർധനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിന് നല്ലത് തന്നെയാണ്. നമ്മളിൽ നിന്ന് കൂടുതൽ കാശ് ഗവൺമെന്റിന് വാങ്ങിയെടുക്കാൻ സാധിക്കും. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് അല്ല ഈ ഇൻകം ടാക്സ് കൂട്ടുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതൊരു പോസിറ്റീവ് ഔട്ട്ലുക്കിൽ എനിക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ദിസ് ഇസ് കൺസിഡേർഡ് ആസ് എ നെഗറ്റീവ് ഔട്ട്ലുക്ക്. ഇതൊരു നെഗറ്റീവ് ഔട്ട്ലുക്കിൽ നിൽക്കാം. 4ാമത്തൊന്ന് വായിച്ചേ. ആൻഡ് ഇൻക്രീസ് ഇൻ വിഡോ പെൻഷൻ. അല്ലെ, വിഡോ പെൻഷൻ ഉയർത്തുന്ന സാഹചര്യവും പറയുന്നുണ്ട്. അത് മാത്രമല്ല, വിഡോ പെൻഷൻ ഉയർത്തുന്ന സാഹചര്യം, അതായത് നമ്മുടെ വിധവാ പെൻഷൻ ഉയർത്തുന്നു. ഇതും ഒരു സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ആണ്, പോസിറ്റീവ് ഔട്ട്ലുക്ക് വരുന്നതാണ്. അപ്പോ ഈ ഒരു രീതിയിൽ പോലും വെറുതെ ഈ 4 സ്റ്റേറ്റ്മെന്റ് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ സിനെ ഐസൊലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിക്കോസ് ഓൾ ദ റെസ്റ്റ് ഓഫ് ദി rest of the options are actually giving a positive outlook, where this particular option C gives a negative concept. പിടികിട്ടിയോ? അപ്പൊ ഇതിൽ നിന്ന് തന്നെ എനിക്ക് ഇതിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. നോട്ട് എന്നല്ലേ പറഞ്ഞേക്കുന്നത്, എന്തായാലും ഒരെണ്ണം മാത്രമായിരിക്കില്ല അതിന്റെ ഭാഗം അല്ലാതെ വരിക. അപ്പൊ ബാക്കി 3 എണ്ണത്തിനും ഒരേ ഐഡിയോളജി ഫോളോ ചെയ്യുന്നു, ഒരെണ്ണം മാത്രം വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കണം ഇതിന്റെ ഉത്തരമായിട്ട് വരിക. ഫോർച്ചുനേറ്റ്ലി ഇതാണ് ഇതിന്റെ ശരി ഉത്തരം. ഈ ഒരു ചോദ്യത്തിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസിന്റെ ഉദ്ദേശം ചോദ്യത്തിൽ നിന്ന് എങ്ങനെ ശരി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതല്ല. അതായത് സാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. വേണ്ടുവോളം ക്ലാസ്സുകൾ അതിനെ പറ്റിയിട്ട് സാർ യൂട്യൂബിൽ തന്നെ ഇടുന്നുണ്ട്. ഇന്ന് നമുക്ക് അറിയേണ്ടത് എന്താണ് ഇപ്പൊ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ. PSC ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് എന്താണ് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസി, എന്താണ് ഈ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഷൻ എന്നതിനെ പറ്റിയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണല്ലോ. അപ്പൊ ഒന്ന് മനസ്സിലാക്കാം. ഇതിനെ പറ്റിയിട്ട് വേറെ ഒരു ബേസ് നിങ്ങൾക്ക് വേണമെന്നില്ല. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ അങ്ങ് പഠിച്ച് ഓർത്ത് വെച്ചേച്ചാൽ മതി. ഇപ്പൊ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ എന്ന കാര്യം ഇനി എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കണം, ഇതാണ് സംഭവം. ഒന്നുമില്ല മക്കളെ, നിങ്ങൾ ഈ 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതില് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസി എന്നതിനെ മാത്രം നമ്മൾ ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചാൽ സംഗതി ഇത്രയേ ഉള്ളൂ. ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഴ്സ്, അതിനകത്ത് വിളിക്കുന്ന മറ്റൊരു പേരുണ്ട് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ്. നമുക്കറിയാമല്ലോ നമ്മുടെ ഇക്കണോമിയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതായത് ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയും. മാർക്കറ്റിൽ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. എങ്ങനെയൊക്കെ ഉണ്ടാവും? ഒരുപാട് കാരണങ്ങളാൽ ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബാലൻസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാം.
ഡിമാൻഡ് സപ്ലൈ, ബേസിക് ആയിട്ടുള്ള എക്കണോമിക് പ്രിൻസിപ്പിൾ ആണ് ഡിമാൻഡും സപ്ലൈയും. ഇപ്പൊ നമുക്ക് ഡിമാൻഡ് ഉണ്ട്, ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. എന്നാൽ ഡിമാൻഡ് കൂടുന്നു സപ്ലൈ കുറയുന്നെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവാം, നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഡിഫ്ലേഷൻ ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മാർക്കറ്റിൽ ഇക്കണോമി എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം, ഒരു ഗ്രോത്ത് പെർസ്പെക്റ്റീവ് തന്നെ കാണിച്ചുകൊണ്ട് ഇക്കണോമി നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇക്കണോമിക്ക് എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലക്ച്വേഷൻസിനെ മാർക്കറ്റ് അഡ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ടത് കൂടിയുണ്ട്. ഇപ്പം വില കൂടുകയാണ് സാധനങ്ങൾക്കെന്ന് കാണുമ്പോൾ വില കൂടുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ആര് നടത്തുന്നു? ഗവൺമെന്റ് നടത്തണം. അത് ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ്. പലപ്പോഴും നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന പല ഗവൺമെന്റുകളും ഈ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചർച്ചകൾ കൊണ്ടുവന്നിട്ട് ഭരണപക്ഷത്തുള്ള ഗവൺമെന്റുകളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ട് പോലുമുണ്ട്. അതിപ്പോൾ സംസ്ഥാന തലങ്ങളിലായാലും ശരി, കേന്ദ്ര സർക്കാർ തലങ്ങളിലായാലും ശരി, നമ്മളത് കണ്ടിട്ടുള്ളതാണ് അല്ലെ. ഇപ്പോ എന്താ പറയാ, പച്ചക്കറിക്ക് വില കൂടുകയാണ്, ഈ സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇന്ധനത്തിന് വില കൂടുന്നു, സർക്കാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ വില കൂടുന്നതിനെ നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കുണ്ട് എന്നാണ്. സർക്കാരിനുണ്ട്, അതവർ വേണ്ട പോലെ വിനിയോഗിച്ചില്ല, അതുകൊണ്ടാണ് ഈ വില അനിയന്ത്രിതമായിട്ട് കൂടുന്നത് എന്ന ഒരു അക്വേസിഷൻ ആണല്ലോ ശരിക്കും ഈ പ്രതിപക്ഷത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഗവൺമെന്റിന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിന് മേൽ ഒരു കൺട്രോൾ ഉണ്ട് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയിരിക്കുക. അതിന് ചില മെക്കാനിസങ്ങളൊക്കെ ഉണ്ട്, പല രീതിയിൽ അത് കൺട്രോൾ ചെയ്യും. നമ്മുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നൊക്കെ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് എക്കണോമിക്സിനകത്ത് പഠിക്കുന്നുണ്ടല്ലോ. ബാങ്കുകൾ RBIക്ക് കൊടുക്കേണ്ട പലിശ നിരക്ക്, തിരിച്ചു വരുന്ന പലിശ നിരക്ക് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് മാറ്റം വരുത്തുക, മോണിറ്ററി എന്താ പറയുക പോളിസികൾ വരുന്നുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റി ഉണ്ട് RBIക്ക്, അവരാണത് കൂട്ടം കൂടി ഇരുന്ന് തീരുമാനിക്കുന്നത് മാറ്റണോ വേണ്ടേന്ന്. അപ്പൊ ഈ നയങ്ങൾ വഴി ഈ പറയുന്ന മാതിരി റേറ്റിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കൊണ്ടൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന റേറ്റിന്റെ ഫ്ലക്ച്വേഷൻസിന് ആൾക്കാരുടെ ചെലവും ആൾക്കാരുടെ സ്പെൻഡിങ്ങും സേവിങ്ങും ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഗവൺമെന്റ് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പൊ ഈ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ മെത്തേഡ്സ് ഞാൻ പറഞ്ഞ പോലെ ഒരുപാടുണ്ട്. അതിനകത്ത് എല്ലാത്തിലേക്കും നമ്മൾ ഇറങ്ങി പോകുന്നില്ല. ഈ മാർക്കറ്റ് സ്റ്റെബിലൈസേഷൻ, മാർക്കറ്റ് സ്റ്റേബിൾ ആക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ഒരുപാടുണ്ട്. അതിൽ ഒരു സംവിധാനത്തെ നമ്മൾ ഈ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഴ്സ് എന്ന ഗണത്തിൽപ്പെടുത്താൻ പറ്റും. എന്താ സംഭവം? It refers to inherent features in the government budget, like progressive income taxes, welfare programs, that naturally cushions the economic fluctuation without requiring a new legislation. അതായത് നമ്മുടെ ഗവൺമെന്റിന് തനതായിട്ട് ചെയ്യാൻ സാധിക്കുന്ന, ഗവൺമെന്റ് ഓൾറെഡി ഇറക്കിയിരിക്കുന്ന പോളിസികൾ മുഖാന്തരം ചെയ്യാൻ സാധിക്കുന്ന എക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെ കുഷനിങ് ചെയ്യാനായിട്ട്, അതായത് കൺട്രോൾ ചെയ്യാനായിട്ട്, സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓൾറെഡി ഇറക്കിയിരിക്കുന്ന നിലവിലുള്ള പിന്നെന്താ പറയുക നിയമ സംവിധാനങ്ങൾ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളെ എല്ലാം നമുക്ക് വിളിക്കാൻ പറ്റുന്നത് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ എന്നാണ്. അതായത് ഒരു പ്രത്യേക ലെജിസ്ലേറ്റീവ് ആക്ഷൻ, അതായത് എനിക്കിപ്പോ ഇൻകം ടാക്സിലൊക്കെ വർധനവ് കൊണ്ടുവരിക കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ലെജിസ്ലേറ്റീവ് ആക്ഷന്റെ ആവശ്യകതയുണ്ട്. ഇപ്പൊ ടാക്സ് വർദ്ധിപ്പിക്കണോ കുറയ്ക്കണോ എന്നൊക്കെ, അല്ലെങ്കിൽ പുതിയ ബജറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒന്നുകിൽ പുതിയ ബജറ്റ് അവതരിപ്പിക്കുക. പുതിയ ബജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് എന്ത് ആക്ഷനാണ്? ആക്ച്വലി അതൊരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ പോലെയാണ്, ശരിയല്ലേ? പോലെയല്ല, ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ തന്നെയാണ്. അപ്പോൾ ലെജിസ്ലേറ്റീവ് ആക്ഷൻ്റെതായ പുതിയ ആവശ്യമൊന്നുമില്ലാതെ മാർക്കറ്റിൽ വരുന്ന ഇക്കണോമിക് ഫ്ലക്ച്വേഷൻസിനെ കുഷൻ ചെയ്യുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഗവൺമെന്റ് പോളിസികളും മറ്റും ഒക്കെ ചേർത്ത് വിളിക്കുന്ന പരിപാടിനെയാണ് നമ്മൾ ഈ ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഇപ്പൊ പേരിൽ തന്നെ അതിന് അർത്ഥമാനം ഉണ്ടാവും എന്നുള്ളത് കാണാൻ പറ്റും. ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ ആണ്, ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെബിലൈസേഷൻ മെത്തേഡുകളാണ്. അത് ഈ മാർക്കറ്റിൽ വേരിയേഷൻ കാണുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് പ്രവർത്തിച്ചോളൂ. ഫോർ എക്സാമ്പിൾ പ്രോഗ്രസീവ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ തോന്നിയേക്കാം. അത് വേറൊന്നും അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോ ഉയർന്ന വരുമാനമുള്ള ആൾ ഉയർന്ന ടാക്സ് കൊടുക്കുക, കുറഞ്ഞ വരുമാനമുള്ള ആൾ കുറഞ്ഞ ടാക്സ് കൊടുക്കുക എന്ന് പറയുന്നത് പോലും ആൾക്കാരുടെ കയ്യിലുള്ള ഈ മോണിറ്ററി എന്താ പറയാ കൺട്രോളിനെ കണക്ട് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതുപോലെ വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവരുന്നത്, ആൾക്കാരുടെ കയ്യിൽ കാശ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ വരുമ്പോൾ വെൽഫെയർ പ്രോഗ്രാംസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ കാശ് ആൾക്കാരിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ആൾക്കാരുടെ വെൽബീയിങ്ങിനെ ഉറപ്പാക്കുന്ന, എക്കണോമിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് കാശ് കൊടുക്കുന്ന പ്രോഗ്രാംസ് ഇംപ്രൂവ് ചെയ്യും. മനസ്സിലായില്ലേ? വെൽഫെയർ പ്രോഗ്രാംസ് ഇംപ്രൂവ് ചെയ്യും. മീൻസ് ഈ പറയുന്ന പെൻഷൻ കൂട്ടുക, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് വാങ്ങുമ്പോൾ അതിന്റെ വേതനം കൂടുതലായിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് മാർക്കറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, സ്പെൻഡിങ് കൂടി വരുന്നതായിട്ട് കാണുകയാണ്, എനിക്ക് സ്പെൻഡിങ് കുറയ്ക്കുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വെൽഫെയർ പ്രോഗ്രാംസിനെ കൺട്രോൾ ചെയ്തൊന്ന് ചെറുതായിട്ടൊന്ന് ചുരുക്കും, വെൽഫെയർ പ്രോഗ്രാംസിലെ ഡിസ്പേഴ്സ് ചെയ്യുന്ന എമൗണ്ടിന്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വഴി ഓട്ടോമാറ്റിക്കലി
നമ്മുടെ ഈ എക്കണോമിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. എക്കണോമിയിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അല്ലാതെ ഈ ഫ്ലക്ച്വേഷൻസ് കാണുന്ന പാടെ നമുക്ക് പോയിട്ട് പുതുതായിട്ടൊരു നിയമം ഉണ്ടാക്കലോ അല്ലെങ്കിൽ എപ്പോഴും പോയി ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ പോസിബിൾ അല്ല. അത് ഗവൺമെന്റിന്റെ പണിയാണ്. ഇതിന് വേണ്ടിയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടാവണം. ഈ എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റ് ഉത്തരവാദിത്തം ആണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ ഓട്ടോമാറ്റിക് ആയിട്ട് കർബ് ചെയ്യാൻ സാധ്യതയുള്ള വസ്തുതകളെ അല്ലെങ്കിൽ പോളിസികളെ അല്ലെങ്കിൽ ആക്ഷൻസിനെ, ഗവൺമെന്റിന്റെ ആക്ഷൻസിനെയാണ് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഇതിന് എന്തിന്റെ ആവശ്യമില്ല? ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷന്റെ ആവശ്യമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ ചോദ്യത്തിൽ കണ്ടതിൽ, ഈ ചോദ്യം കണ്ടതിനകത്ത് അൺഎംപ്ലോയ്മെന്റ് പെൻഷൻ കൂട്ടണം, അൺഎംപ്ലോയ്മെന്റ് പെൻഷന്റെ കേസിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഒരു പുതിയ ലെജിസ്ലേഷന്റെ ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഉള്ള ലെജിസ്ലേഷൻ എല്ലാവരും എമൗണ്ട് കൂട്ടുക എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ടെന്നുണ്ട്, ജിയോ ഉണ്ടെന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന കേസേ ഉള്ളൂ. അഗ്രികൾച്ചറൽ പ്രൊക്യൂർമെന്റിന്റെ പ്രൈസസ് വർദ്ധിപ്പിക്കാൻ പുതിയ ലെജിസ്ലേഷന്റെ ആവശ്യമൊന്നുമില്ല. ഇൻക്രീസ് ഇൻ വിഡോ പെൻഷൻ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പുതിയ ലെജിസ്ലേഷൻ കൊണ്ടുവരേണ്ട ആവശ്യം, പുതിയ നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നിയമം ഉണ്ടല്ലോ, വിഡോ പെൻഷൻ നിയമമുണ്ട്. അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. ആ മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. അത് ഗവൺമെന്റിന് കാലാനുസൃതമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഈ പേഴ്സണൽ ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ വർധനവ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തിൽ പെടില്ല? ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ പോളിസിക്കകത്ത് പെടില്ല എന്നുള്ളതാണ്. പിടികിട്ടുന്നുണ്ടല്ലോ? ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ് ബിൽറ്റ് ഇൻ പുതിയൊരു കോൺസെപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ ഇതെന്താ ഇത്ര വലിയ കാര്യം? ഇത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ ഓൾറെഡി ഇക്കണോമിക്കകത്തുള്ള ഒരു സംഭവമല്ലേ? അത് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മുടെ എക്കണോമിയിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് എക്കണോമിക് വേരിയേഷൻസ് വരുന്നതിനെ കർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെക്കാനിസങ്ങൾ നമ്മുടെ ഗവൺമെന്റിനുള്ളിലുണ്ട്. ആ സിസ്റ്റങ്ങളെല്ലാം കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ. ഈ ഒരു പേര്, ഈ ഒരു പ്രയോഗം അതാരും കേട്ടിട്ടില്ല. പദപ്രയോഗം ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസർ എന്ന പ്രയോഗം ആരും കേട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് ഉത്തരവെഴുതാൻ ബുദ്ധിമുട്ട് തോന്നിയത്, അല്ലെങ്കിൽ ഇതൊരു പുതിയ ചോദ്യം പോലെ എന്ന രീതിയിൽ തോന്നിച്ചത് എന്നുള്ളതാണ് വസ്തുത. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ. അപ്പോൾ ഓട്ടോമാറ്റിക് മെക്കാനിസം. When an economy slows down, people's income drop, which naturally pushes them to lower tax brackets. This causes personal income tax revenues to fall automatically, leaving more money in the consumer's pockets to stimulate the economy. എക്കണോമി സ്ലോ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ഇൻകം കുറയുമല്ലോ. ഇൻകം കുറയുന്ന സമയത്ത് അവർ ലോവർ എന്താ പറയുക ടാക്സ് ബ്രാക്കറ്റിലേക്ക് പോകും. അപ്പോൾ അവർ കുറച്ച് ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ അവരുടെ കയ്യിൽ കൂടുതൽ കാശ് ഇരിക്കുന്നുണ്ടാവും. അത് വെച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുക. ശരിയല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് ഇനി ഇത് കൂടുകയാണെങ്കിലോ, എക്കണോമിക് സ്ലോ ഡൗൺ അല്ല എക്കണോമിക് ബൂസ്റ്റ് സംഭവിക്കുന്നെങ്കിലോ ആൾക്കാരുടെ കയ്യിലേക്ക് വരുന്ന ഇൻകം കൂടും. ഇൻകം കൂടുന്ന സമയത്ത് അവർ സ്വാഭാവികമായിട്ടും ഹയർ ടാക്സ് ബ്രാക്കറ്റിലേക്ക് ചെന്ന് വീഴും. ഇപ്പോൾ നമുക്ക് അറിയുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു കാര്യം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബജറ്റ് അനൗൺസ്മെന്റ് പ്രകാരം 12 ലക്ഷം രൂപ വരെ ആനുവൽ ഇൻകം ഉള്ള ആൾക്കാർ ടാക്സേ അടയ്ക്കേണ്ടതാണ്. നിൽ ടാക്സ് ആണ്. അവർക്ക് നിൽ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി. 0 റുപ്പീസ് ടാക്സ് അടച്ചാൽ മതി. അതിന് മുകളിലുള്ളവർ മാത്രം 10% ടാക്സ് അടച്ചാൽ മതി. അതിലും കൂടുതൽ വരുന്നവർ ലക്ഷറി ടാക്സ് പോലെ 28%, 40% ഒക്കെ അടയ്ക്കുന്ന സാഹചര്യമാണ് വരുന്നത്. മനസ്സിലാവുന്നില്ല? അപ്പോൾ ഈ ഇൻകം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരുന്ന ടാക്സിന്റെ എമൗണ്ട് അല്ലെങ്കിൽ ടാക്സിന്റെ പെർസെൻറ്റേജ് കൂടുന്നത് കാണാൻ പറ്റും. ഇൻകം കുറയുന്ന ആൾക്കാർക്ക് അടയ്ക്കേണ്ടി വരുന്ന ടാക്സിന്റെ എമൗണ്ടിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല ഒരു നിശ്ചിത എമൗണ്ട് വരെയുള്ള ആൾക്കാർക്ക് ഒരു ടാക്സും അടയ്ക്കേണ്ടെന്നും പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഇതിനൊരു പ്രോഗ്രസീവ് ടാക്സേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയായിട്ട് നമുക്ക് കണക്കൂട്ടാനൊക്കെ പറ്റും. ഓട്ടോമാറ്റിക് മെക്കാനിസമാണ് ഇത്. ഓട്ടോമാറ്റിക്കലി ആൾക്കാരിൽ സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ സ്പെൻഡിങ്ങിനെ കുറയ്ക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ഒരുക്കും എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നത്. നമ്മൾ തന്നെ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോമാറ്റിക് മെക്കാനിസമായിട്ട് ഇതിനകത്ത് വരിക. പക്ഷേ ഇവിടെ നമ്മുടെ ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്ന ടാക്സ് റേറ്റ്, പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റിൽ ചേഞ്ച് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഡെലിബറേറ്റ് ആക്ഷനാണ്. അത് ബോധപൂർവം ഗവൺമെന്റ് എടുക്കുന്ന ഒരു ആക്ഷനാണ്. ബോധപൂർവം ഒരു ലെജിസ്ലേഷനൊക്കെ നടത്തി, അമെൻമെന്റ് ഒക്കെ നടത്തി ടാക്സ് റേറ്റിൽ മാറ്റം കൊണ്ടുവരേണ്ട ഒരു ആക്ഷനാണ് അത്. അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ക്രിഷണറി പോളിസിയാണ്, ഒരു ബിൽറ്റ് ഇൻ പോളിസി അല്ല. ഡിസ്ക്രിഷണറി പോളിസിയാണ്, ബിൽറ്റ് ഇൻ പോളിസി അല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ സിമ്പിൾ ആയിട്ട് കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ എന്താണ് ബിൽറ്റ് ഇൻ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ബാക്കി നമ്മൾ പറഞ്ഞതിനകത്ത് അതുണ്ട്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Efficient consumerism can be achieved by. ഈ ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഇതൊക്കെ PSCക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ദർ ആർ സർട്ടൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് UPSCക്ക് അകത്ത് ചില ചോദ്യങ്ങൾ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് PSC എന്നുള്ള ചോദ്യങ്ങളിൽ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കാരണം ഇന്നത്തെ ഒബ്ജക്റ്റീവ് അതായതുകൊണ്ട്. എഫിഷ്യന്റ് കൺസ്യൂമറിസം ക്യാൻ ബി അച്ചീവ്ഡ് ബൈ: 1. പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് മേ ബി വെരിഫൈഡ് ബിഫോർ ബൈയിങ് ഫ്രം മാർക്കറ്റ്. വേസ്റ്റ് മിനിമൈസേഷൻ ടെക്നിക്സ് ക്യാൻ ബി അഡോപ്റ്റഡ്. Recycling and proper disposal of waste materials can be done. Enactment and implementation of a strict legislation. ഇപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം.
അപ്പോൾ എഫിഷ്യന്റ് കൺസ്യൂമറിസം ക്യാൻ ബി അച്ചീവ്. ഇവിടെ ഞാൻ നേരത്തെ കണ്ടതുപോലെ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം. കൺസ്യൂമറിസം എന്താണ്? കൺസ്യൂമറിസം ഇത് അറിഞ്ഞൂടാ, ഈ ടേമിനെ പറ്റി അറിഞ്ഞൂടാ. ഈ ടേം എന്താണെന്ന് അറിഞ്ഞാലല്ലേ എഫിഷ്യന്റ് ആയിട്ട് ഈ സംഗതി എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. സോ ദാറ്റ്സ് ദി കൺസേൺ ഹിയർ. ആരെങ്കിലും ഒക്കെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. കേട്ടിട്ടില്ലാത്തവർ ശ്രദ്ധിച്ചോളുക, എന്താണ് കൺസ്യൂമറിസം എന്നതിനെ പറ്റി സൂചിപ്പിക്കുക. See, consumerism is a socio-economic ideology and cultural phenomenon where acquiring goods and services beyond basic needs become central to personal identity and societal progress. ശരിയല്ല? അതായത് കൺസ്യൂമറിസം എന്നുള്ള ഒരു സോഷ്യോ എക്കണോമിക് ഐഡിയോളജിയാണ്. നമുക്ക് സാധാരണ നിങ്ങളൊരു കാര്യം ആലോചിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ കൺസ്യൂമറിസത്തിന് ഒരുപാട് പുഷ് ഉണ്ട് കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആൾക്കാർ ആവശ്യം നിറവേറ്റുന്നതിനേക്കാൾ ഉപരി ആഡംബരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ ഐഫോൺ, ചുമ്മാ ഒരു കോമൺ എക്സാമ്പിൾ എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഐഫോൺ ആവശ്യമുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ, ഈ വീഡിയോഗ്രാഫി വളരെ നല്ലതായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ആൾക്കാർക്കൊക്കെ ഐഫോൺ വളരെ മികച്ചൊരു ടൂളാണ്, അത് യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് കോൾ ചെയ്യുക കട്ട് ചെയ്യുക എന്ന് പറയുന്ന ആവശ്യം മാത്രമുള്ള ആൾക്കാർ പലരും ഐഫോൺ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ കയ്യിൽ കാശ് ചിലപ്പോൾ ഇല്ലായിരിക്കാം, ഓക്കെ, ഒരു പക്ഷേ ക്യാഷ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. എന്തായാലും ഈ ആവശ്യം ഉള്ള ഒരു വസ്തുവിനോട് ശരിക്കും 20,000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഫോൺ ഉപയോഗിച്ച് ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ സാധിക്കും. പക്ഷെ സ്റ്റിൽ നിങ്ങൾ 1 ലക്ഷം രൂപ മുടക്കി ഐഫോൺ വാങ്ങി ഉപയോഗിക്കുകയാണ്. സെയിം നിങ്ങളുടെ 20,000 ഫോണിന്റെ നീഡ്സ് നിങ്ങൾക്കുള്ളൂ. സ്റ്റിൽ യു ആർ സ്പെൻഡിങ് 1 lakh rupees ഫോർ യുവർ പേഴ്സണൽ ഐഡന്റിറ്റി ആൻഡ് സൊസൈറ്റൽ പ്രോഗ്രസ്. പിടിയിട്ടുണ്ടോ? അപ്പൊ ഈ ഒരു എന്താ പറയുക കോൺസെപ്റ്റിനെയാണ് നമ്മൾ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, കൺസ്യൂമറിസം എന്ന് പറയാം. ഈ കൺസ്യൂമറിസം എക്കണോമിക് ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം വേണ്ടതിനേക്കാൾ കൂടുതൽ നമ്മൾ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുകയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ 20,000 ഫോൺ വാങ്ങേണ്ടിയിരുന്ന ഞാൻ 1 ലക്ഷം രൂപയുടെ ഫോൺ വാങ്ങി എന്ന് പറഞ്ഞാൽ ഞാൻ 1 ലക്ഷം രൂപ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തു. ശരിയല്ലേ? മാർക്കറ്റ് ആക്റ്റീവ് ആവുന്ന ഏതൊക്കെ രീതിയിലാണ്. ചിലപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോൺ വാങ്ങാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കാശ് വേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് EMI ഓപ്ഷൻസ് ഉണ്ട്. EMI ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ട ഫോൺ വാങ്ങിയിട്ട് മാസം ചെറിയൊരു എമൗണ്ട് വീതം അടച്ചു അതിനെ ക്ലോസ് ചെയ്താൽ മതി എന്നുള്ളത്. എവറിത്തിങ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ EMI. ഇപ്പൊ എല്ലാം EMI നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കാശ് വെച്ച് തീർത്താൽ മതി എന്നുള്ള പരിപാടിയുള്ളത് കുറച്ചൊരു സൗകര്യമായിട്ട് മാറി ആളുകളിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ബാങ്കുകൾ നമ്മുടെ ആക്ടിവിറ്റിയോട് കണക്റ്റഡ് ആവും. ബാങ്കിങ് ഇതുമായി കണക്റ്റഡ് ആയി. ഇപ്പൊ ഒരു സെയിൽ നടക്കുന്നു, ഐഫോൺ സെയിൽ നടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ബാങ്ക് അതിന്റെ പാർട്ട്ണർഷിപ്പിലേക്ക് കയറി വരികയാണ്. അപ്പൊ നമ്മളും ബാങ്കുമായിട്ട് പിന്നെ ഡീലിംഗ്. ബാങ്ക് ഓൾറെഡി ഐഫോൺ വാങ്ങുന്ന കമ്പനിക്ക് കാശ് കൊടുത്തു കഴിഞ്ഞു, പിന്നെ നിങ്ങളും ബാങ്കും തമ്മിൽ ഡീൽ ചെയ്യേണ്ടി വരുന്നു. ഒരു പക്ഷേ ചില EMI ഓപ്ഷൻസിലൊക്കെ നോ കോസ്റ്റ് അല്ല, ചെറിയൊരു ഇൻട്രസ്റ്റ് ചാർജ് അവിടെ വരും, അല്ലെങ്കിൽ ഒരു പ്രോസസിംഗ് ചാർജ് അവിടെ വരും. വാട്ട് എവർ ഇറ്റ് ഈസ്, യു ആർ പേയിങ് എ ലിറ്റിൽ ബിറ്റ് എക്സ്ട്രാ. ചെറിയൊരു എമൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതിലും മാറ്റങ്ങളും ഒക്കെ ഉണ്ട്, കാർഡ് ഓഫർ അതൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നത് ഇവിടെ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലുള്ളൊരു ആക്ടിവിറ്റി, എക്കണോമിക് ആക്ടിവിറ്റി ഇവിടെ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പൊ ശരിക്കും എനിക്ക് 5 ലക്ഷം രൂപയുടെ ഒരു കാറിന്റെ ആവശ്യമുള്ളൂ, പക്ഷേ ഞാൻ 20 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചു. അവിടെയും സെയിം ആക്ടിവിറ്റി ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പനിങ്. ഇപ്പൊ ഇത് മെറ്റീരിയലിസത്തിന് ഡ്രൈവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ്. അപ്പം നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോട് വല്ലാത്ത എന്താ പറയാ ആഗ്രഹം തോന്നുകയും അതിനോട് നമ്മൾ ഒരുപാട് കൂറ് കാണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇതിന് ഒരു നെഗറ്റീവ് ഇമ്പാക്ട്, ഇത് എക്കണോമിക് ഇമ്പാക്ട് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പോസിറ്റീവ് എക്കണോമിക് ഇമ്പാക്ട് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുള്ളൊരു സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കൂടി പറയാനുള്ളത് എന്താണെന്നറിയോ, ഇതില് ഡെറ്റ്, ഫിനാൻഷ്യൽ ഡെറ്റ്, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ കാശില്ല, പക്ഷെ ഞാൻ കടം വാങ്ങിച്ച് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുവാണ്. ഐഫോൺ വാങ്ങിക്കാൻ കാശില്ല, പക്ഷെ ഞാൻ ലോൺ എടുത്ത് ഐഫോൺ വാങ്ങിച്ചു. ഈ ലോൺ തിരിച്ചടയ്ക്കാൻ ഉള്ള കേപ്പബിലിറ്റി ഇല്ലാത്ത ആളാണ് ഞാനെങ്കിൽ ഇത് എന്നെ ഒരു ഫിനാൻഷ്യൽ ബേർഡൻ ആക്കി ഈ പറയുന്ന ഐഫോൺ വാങ്ങിയത് എന്നെ കൊണ്ടെത്തിക്കും, ഒരു ഫിനാൻഷ്യൽ ബേർഡനിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പം കൺസ്യൂമറിസത്തിന് പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും. എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് കാരണമാകും. നമ്മളിപ്പോൾ ആരും ഒട്ടുമുക്കാൽ കാര്യങ്ങളും ഈ റിപ്പയർ ഉപയോഗിക്കാനൊന്നും ആഗ്രഹിക്കുന്നവരൊന്നുമല്ല. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ്, ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉടനെ അത് മാറ്റി പുതിയൊരു സാധനം വാങ്ങുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാറുണ്ട്. അപ്പോൾ കൂടുതൽ എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് ഫിനാൻഷ്യൽ ഡെറ്റ്. ഇതെല്ലാം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് കൂടി പറയുന്ന കാര്യം കൂടിയാണ്. The advent of consumerism in India is accelerated by the economic liberalization of 1991. നമ്മുടെ LPG റിഫോംസ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. LPG റിഫോംസിന്റെ ചുവട് പിടിച്ച് നടന്നിട്ടുള്ള ഒരു പ്രോസസ്സാണ് കൺസ്യൂമറിസം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി, നമ്മൾ LPG റിഫോംസ് എക്കണോമിക്സിനകത്ത് പഠിക്കും, പക്ഷെ ആരെങ്കിലും അതിനകത്ത് കൺസ്യൂമറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പറ്റി പഠിക്കുന്നുണ്ടാവോ? ഇല്ല.
പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ കൺസ്യൂമറിസത്തിന്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ട് 2026-ലും 2025-ലും ഒക്കെ വരുന്ന ചോദ്യങ്ങളിൽ കൺസ്യൂമറിസം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ പറ്റിയിട്ട് ചോദ്യം ചോദിച്ചത് പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഫണ്ടമെന്റലി ഈ ഒരു സോഷ്യോ കൾച്ചറൽ ഫാബ്രിക് അതിനൊരു ചെറിയ ഓൾട്ടറേഷൻ കൊണ്ടുവരാണ്. ഈ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞ സമയത്ത് കാര്യമായിട്ട് വി ആർ ഓപ്പൺ മാർക്കറ്റ്, ഇന്ത്യ ഒരു ഓപ്പൺ മാർക്കറ്റായിട്ട് മാറുന്നു. മണിയുടെ വാല്യൂവിനെ ഡിമോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, ഡിമോണിറ്റൈസ് അല്ലല്ലോ, എന്താ പറയണം അതിന് പറയാ, ഡിവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. മണി റുപ്പി കറൻസിയെ ഡിവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ മൂല്യം കുറയ്ക്കുന്നുണ്ട്. കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും മറ്റൊക്കെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഒരുപാട് ഫോറിൻ പ്രോഡക്റ്റുകൾ അങ്ങനെ ഇന്ത്യക്കകത്തോട്ട് കടന്നു വരുന്നുണ്ട്. മാർക്കറ്റ് വളരെയധികം വൈഡായി, ഒരുപാട് ഓപ്പൺ ആയി, പുതിയ പുതിയ ഒരുപാട് പ്രോഡക്റ്റുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ആൾക്കാരിലേക്ക് പതിയെ 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 കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുക്കള് മനസ്സിലേക്ക് കടന്നു കയറി അതിന്റെ ഒരു എന്താ പറയാ, ഒരു സൊസൈറ്റൽ സ്റ്റാറ്റസ് ആൾക്കാർ കണ്ടു തുടങ്ങി. ഈ കൺസ്യൂമറിസം എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്ഷൻ പാറ്റേണിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ കറണ്ട് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ ഒന്ന് സൂചിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സേവിങ്സ് താരതമ്യേന കുറവ്. പണ്ടുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. പണ്ടുള്ള ആൾക്കാർ, നിങ്ങളുടെ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ഒക്കെ നോക്കിയാൽ, അപ്പൂപ്പന്മാരൊക്കെ പ്രത്യേകിച്ച് പണ്ടുള്ള കാലങ്ങളിൽ ഈ ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക. പണ്ടത്തെ അപ്പൂപ്പന്മാര് ജീവിച്ചിരുന്നത്, പണ്ടത്തെ മീൻസ് ഇപ്പോൾ അപ്പൂപ്പന്മാര് ജീവിച്ചിരുന്നത് വളരെ തൃപ്തിയാണ്. തൃപ്തി എന്ന് പറഞ്ഞാൽ പിശുക്ക്, നമ്മൾ പറയും അപ്പൂപ്പൻ ഭയങ്കര പിശുക്കനാ, അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര പിശുക്കനാന്നൊക്കെ നമ്മൾ പറയുമായിരിക്കും. നമുക്ക് അത്ര കണ്ട് പിശുക്ക് ഇല്ല, അത് വാസ്തവമാണേ, അത് വാസ്തവമാണ്. അത് കാരണം എന്താ? കൺസ്യൂമറിസമാണ് കാരണം. കാരണം ഇന്ന് നമ്മൾ കൂടുതൽ നമ്മുടെ വെൽബീയിങ്ങിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റണം എന്നൊരു കോൺസെപ്റ്റിൽ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് കൂടുതൽ. എന്നാൽ പണ്ടുള്ള ആൾക്കാർ ഈ ഒരു കൺസ്യൂമറിസ്റ്റിക് കോൺസെപ്റ്റിലേക്ക് വന്നിട്ടില്ല. ഒരു ഭയങ്കര തൃപ്തിയാണ്. ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊണ്ട് ജീവിക്കാൻ കോടിക്കണക്കിന് സ്വത്തുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും പലരെയും. ചിലപ്പോൾ ഒരു ചെറിയൊരു മുണ്ട് മാത്രം കൊടുത്ത് നടക്കുന്ന കാരണവന്മാരുണ്ടാവും. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകളുള്ള മനുഷ്യനായിരിക്കും ഒരു പക്ഷേ, അല്ലെ? ലക്ഷക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ള മനുഷ്യരായിരിക്കും ഒരു പക്ഷെ അവർ വളരെ തൃപ്തിയായിരിക്കും. അവർ ചിലപ്പോൾ ഒരു കാറ് പോലും വീട്ടിൽ വാങ്ങിയിടൂല. കാര്യം എന്താ? അവരാ സ്പെൻഡിങ്ങിനെ അനാവശ്യമായിട്ട് കരുതുന്ന സാഹചര്യമുണ്ട്. ഇതിൽ കണക്കുകളായിട്ട് തന്നെ നമ്പറായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ, India's household savings rate has declined from 22.7% of the GDP in 21-22 to 18.4% in 22-23. കണ്ടോ? ഒരു വർഷം, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണം എടുത്തേക്കുന്നത്, 2020-21 ഹൗസ് ഹോൾഡ് സേവിങ്സ് GDPയുടെ എത്ര ശതമാനം വരുന്നുണ്ട്? 22.7% ഹൗസ് ഹോൾഡ് സേവിങ്സ് ഉണ്ടായിരുന്നത് 2022-23 ഒരു വർഷം പിന്നിട്ടപ്പോ, അല്ലെങ്കിൽ 2 വർഷം പിന്നിട്ടപ്പോ 18.4 കുറഞ്ഞിട്ടുണ്ട്. 22.7 ഉണ്ടായിരുന്നു, 18.4 കുറഞ്ഞു. ടുഡേ ഇറ്റ് ഈസ് ഫർദർ ഡൗൺ. ഇത് ഇന്നും കുറവാണ്. അപ്പം ടുഡേസ് എന്താ പറയുക, മാർക്കറ്റ് ഡസന്റ് ആക്ച്വലി ഫോക്കസ് ഓൺ സേവിങ്സ് റാദർ സ്പെൻഡിങ്. ഇന്ന് ഈ പറയുന്ന മാതിരി ആൾക്കാർ തൃപ്തിയായിട്ട് കാര്യങ്ങൾ സേവ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഞാൻ എന്തെങ്കിലും ഈ പറയുന്ന പണം ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും ഇല്ല. ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കപ്പെടണം. അതും ഇല്ലാത്ത പണം അവൈലബിൾ ആവാനുള്ള സാധ്യതകൾ ഇന്ന് ഒരുപാട് കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് ഫണ്ട് വാങ്ങിയ കാശില്ലെങ്കിൽ ബാങ്ക് കാശ് തരും, പോയി വാങ്ങിച്ചോ എന്ന് പറയുന്ന സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് എന്താ പറയുക, സേവിങ് ഇല്ല എന്ന് മാത്രമല്ല, ഡെറ്റിലേക്കുള്ള ഒരു യാത്ര കൂടി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഓക്കെ, ഇപ്പൊ റൈസ് ഓഫ് ആസ്പിറേഷണൽ കൺസെപ്റ്റ് ഈസ് നോ ലോnger ജസ്റ്റ് അബൌട്ട് ഫുൾഫില്ലിംഗ് നീഡ്സ്, ബട്ട് ഇറ്റ് ഈസ് അബൌട്ട് പ്രൊജക്ടിങ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഐഡന്റിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, ലക്ഷറി ഗുഡ് മാർക്കറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയിലും വലിയ ഗ്രോത്താണ് കാണുന്നത്. ഇപ്പൊ ലക്ഷറി കാർ വാങ്ങിയ അതിന് ഒരു കാര്യം എന്താ പറയുക, മക്കളെ, ഒരു പരിധി വരെ നമ്മുടെ ഈ വിഷ്വൽ മീഡിയക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് കേട്ടോ. വിഷ്വൽ മീഡിയ, സോഷ്യൽ മീഡിയക്കൊക്കെ ഒരു വലിയ പങ്കുണ്ട്. ആൾക്കാർ, നമ്മുടെ ചുറ്റുമുള്ളവരിൽ പലരും വില കൂടിയ വസ്ത്രം, വില കൂടിയ വാഹനം, വില കൂടിയ മൊബൈൽ, വില കൂടിയ ഗാഡ്ജറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിൽ ഇവര് വല്ലാണ്ട് ഇവര് രക്ഷപ്പെട്ടു, ഇവര് റിച്ചായി, നമ്മളിപ്പോഴും എന്തോ പിന്നെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കിടക്കുകയാണെന്നുള്ളതിന്റെ ഒരു ഇൻഫീരിയോറിറ്റി. ഇതൊരു കോംപ്ലക്സ് ആണ്, എല്ലാവരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കോംപ്ലക്സ് ആണ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ബെറ്റർ ആയിട്ട് അവർ പോകുന്ന കാണുമ്പോൾ നമുക്ക് ആ ബെറ്റർമെന്റ് കിട്ടിയില്ല എന്നൊരു തോന്നലുണ്ടാവും, ഒരു മിസ്സിങ് ഔട്ട് ഫീലൊക്കെ ഉണ്ടാവും. അത് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്നാൽ പിന്നെ ഞാനും ലക്ഷറി കാർ വാങ്ങാം, എന്നാൽ പിന്നെ ഞാനിപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ടാറ്റ നെക്സോൺ കാർ ഓടിച്ചു പോകുന്ന ഒരാളായിരിക്കും. പക്ഷെ എൻ്റെ സുഹൃത്തുക്കളൊക്കെയും ലീഗ് മാറി ടാറ്റ നെക്സോണിൽ നിന്ന് അവർ മെർസിഡീസ് ബെൻസ് വാങ്ങിച്ചു, സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഒരു ബെൻസ് വാങ്ങിച്ചു. എന്നാ പിന്നെ ഞാനും വാങ്ങിച്ചു കളയാം ഒരു ബെൻസ്. ശരിക്കും ആ ബെൻസിന്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ ടാറ്റ നെക്സോണിൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ബെൻസിലേക്ക് പോകുന്നത് ഒരു സ്റ്റാറ്റസ് ആൻഡ് ഐഡന്റിറ്റി ആയിട്ട് മാറി കാണുന്നത് കൊണ്ട് പോകുന്ന പരിപാടിയാണ്. ദിസ് ഇസ് കൺസ്യൂമറിസം എന്ന് പറയാം. ഓക്കെ, ഡെമോക്രാറ്റൈസേഷൻ ഓഫ് ലക്ഷറി ഇപ്പോൾ കുറെ കൂടി മിഡിൽ ക്ലാസ്സിലേക്ക് ഒരു ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ EMI സൗകര്യവും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ലക്ഷറി സെഗ്മെന്റിൽ കിടന്നിരുന്ന, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പണ്ട് ഒരു 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 5
5 വർഷം മുമ്പത്തെ കാര്യം ആലോചിച്ചു. 2018 മുമ്പ് നിങ്ങൾ എത്ര പേരുടെ കയ്യിൽ ഐഫോൺ കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഇന്നൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴോ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴോ ലെറ്റ്സേ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇന്ന് കാണുന്നതിൽ ഒരു പകുതി പേരുടെ കയ്യിൽ നിങ്ങൾക്ക് ഐഫോൺ കാണാൻ പറ്റും. ഐഫോൺ ഒരു വിലയില്ലാത്ത പോലെ ആയിപ്പോയി. ശരിയല്ലേ? ഐഫോൺ ഞാൻ ഉദാഹരണം പറയാൻ കാരണം ഇപ്പം ഞാൻ വളരെ എവിഡന്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക എണ്ണത്തിലുള്ള ഒരു വർധനവും സെയിൽസിലുണ്ടായ വർധനവും ഒക്കെ ഐഫോണിന്റെ കാര്യത്തിൽ ഓൾറെഡി പ്രകടമാണ്. ഇന്ത്യൻ കാര്യത്തിൽ പർട്ടിക്കുലർലി ഏറ്റവും കൂടുതൽ റീസെന്റ് സെയിൽ നടന്നിട്ടുള്ള ഐഫോൺ 17 എന്ന് പറയുന്ന ഒരു വേരിയന്റിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള, ഇന്ത്യയിൽ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിട്ടുള്ള വേരിയന്റ് ഒക്കെയാണ്. അപ്പോ പണ്ട് എത്ര പേരുടെ ഉണ്ടായിരുന്നത് 10 വർഷം മുമ്പ്? ഇല്ല, ആൾക്കാരുടെ ഇല്ല. കാര്യം എന്താ? അന്ന് ഈ പറയുന്ന പോലെ വൈഡ് റേഞ്ചില് EMI ഓപ്ഷൻ ഒന്നും ഇല്ല. അന്ന് നിന്റെ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നീ വാങ്ങിക്കുക. ഇന്നും ഇതിന് വിലയൊന്നും കുറഞ്ഞിട്ടില്ല. ഇന്ന് 1 ലക്ഷം രൂപയാ ഫോണിന്റെ വില. പക്ഷെ ഇന്ന് നീ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വാങ്ങിക്കുന്ന പറയുന്ന പരിപാടി മാറി നിന്റെ ഒരു 10,000 രൂപ ഉണ്ടെങ്കിലും നിനക്കത് വാങ്ങാം. മാസം മാസം പിന്നെ ഒരു 5,000 രൂപ വീതം കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു സൗകര്യം വന്നപ്പോൾ ആൾക്കാർ പിന്നെ എടുത്തു കളയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റവരുടെ ഉണ്ടല്ലോ, എന്നാ പിന്നെ എനിക്ക് ഇരിക്കട്ടെ, വാങ്ങിച്ചോളെ 5,000 രൂപ വീതം മാസം കൊടുത്താൽ മതി, അത് ഐ ക്യാൻ മാനേജ്. ഒറ്റയടിക്ക് 1 ലക്ഷം മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്ക് മാസം 5,000 വെച്ച് മാനേജ് ചെയ്യാം എന്നൊരു തോന്നല് തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ടയർ 2 ടയർ 3 സിറ്റീസിന്റെ കാര്യത്തിൽ ഇപ്പൊ കൊമേഴ്സ് വർദ്ധിപ്പിച്ചു വന്നില്ലേ. ഇതിന് മറ്റൊരു ഈ പറയുന്ന എന്താ പറയുക കൺസ്യൂമറിസം വർദ്ധിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് കൊമേഴ്സ് ആണ്. ഈ സോഷ്യൽ മീഡിയയുടെ യൂസേജിനകത്ത് കൊമേഴ്സിന്റെ ആഡ് പുഷ് വരും. ആഡ് പുഷ് വരുന്ന സമയത്ത് കുറേ സാധനങ്ങൾ വില സാധാരണ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും എന്ന് പറഞ്ഞ് നമ്മളെ ധരിപ്പിക്കും. നമുക്ക് എപ്പോഴും ഓഫർ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു പരിപാടിയാണ്. സാധാരണ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനം കിട്ടും എന്ന് കാണുമ്പോൾ നമ്മൾ അറിയേണ്ട ചാടി വീഴും. എനിക്കിപ്പോ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമൊന്നും ആയിരിക്കും. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഷൂ, ഒരു പൂമയുടെ ഒരു ഷൂ, അല്ലെങ്കിൽ ഒരു അതിദാസിന്റെ ഒരു ഷൂ എനിക്ക് വാങ്ങണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഷൂ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ 500 രൂപയുടെ ഒരു ഷൂ ഇട്ടുകൊണ്ട് നടക്കണേ. ആ ഷൂ ഒരു കുഴപ്പമില്ല, പ്രോപ്പറായിട്ട് യൂസേജ് ഒക്കെ നടക്കണുണ്ട്, ഒരു പ്രശ്നമില്ലാണ്ട് പോകുന്നുള്ളൂ. പക്ഷെ പെട്ടെന്ന് നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഒരു ഓഫർ കാണുകയാണ്. ഫ്ലിപ്കാർട്ട് ഹാസ് ഓഫേർഡ് അഡിദാസിന്റെ ഒരു പ്രീമിയം സെഗ്മെന്റിൽ കിടന്ന ഒരു ഫോണിന് ഷൂസിന് 50% ഓഫ് അങ്ങ് പ്രഖ്യാപിച്ചു. 3,000 രൂപ ഉള്ള ഒരു ഷൂ ആണിത്. ഇപ്പൊ നിങ്ങൾ വാങ്ങുകയാണെ 1,500 രൂപയ്ക്ക് വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ പ്രഖ്യാപിക്കുന്നതാണ്. പെട്ടെന്ന് ഇപ്പൊ വീണ്ടും നിങ്ങളുടെ മനസ്സിലെ കൺസ്യൂമർ ടാറ്റിക്സ് അവിടെ വർക്കാവുക. നിങ്ങളുടെ മനസ്സിലെ കൺസ്യൂമർ ഉണരുകയാണ് അവിടെ. ഉപഭോക്താവ് ഉപഭോക്താവ് ഉണരും എന്നാണല്ലോ. അപ്പൊ നിങ്ങളുടെ ഉപഭോക്താവ് ഉണർന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാൻ ഇന്ന് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് 3,000 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. പക്ഷെ ഇപ്പൊ വാങ്ങിയാൽ എനിക്ക് 1,500 രൂപ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിനിപ്പോ ഫ്ലിപ്കാർട്ടിലേക്ക് എപ്പോഴും ഓഫർ. ഞാൻ തുടക്കകാലം കേട്ടോ, ഈ കൊമേഴ്സിന്റെ തുടക്കം വരുന്ന സമയമാണ് ഞാൻ പർട്ടിക്കുലർലി പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിലെല്ലാത്തിലും ഒരു ഓഫർ എപ്പോഴും കാണും, ഇത്ര ശതമാനം ഓഫർ കാണും. പക്ഷെ അതിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ബട്ട് ദർ വിൽ ബി എൻ ഓഫർ എവറി ടൈം. ബട്ട് ഈ പറയുന്ന കൊമേഴ്സ് ഒക്കെ ആദ്യം വരുന്ന സമയത്തൊക്കെ ആൾക്കാർക്ക് ഈ ഓഫർ എന്ന് പറയുമ്പോൾ ജമ്പ് ചെയ്തങ്ങോട്ട് വീഴുന്ന സാഹചര്യത്തിലേക്ക് പോവാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറച്ച് സാധനം കിട്ടി. പിന്നെ ഇപ്പൊ കടകളിലും വേറെ നിവൃത്തിയില്ലാണ്ട് ഓൺലൈൻ പ്രൈസിന് സാധനങ്ങൾ തരുന്നുണ്ട്. ഓൺലൈനിൽ ഇത്രയാണ് വില എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് ആ വിലയ്ക്ക് സാധനം ഇന്നിപ്പോൾ കിട്ടും. പണ്ട് അതല്ലായിരുന്നു. പണ്ട് കടയിലെ വിലയേക്കാൾ കുറവായിരുന്നു ഓൺലൈനിൽ. അത് ടയർ 2 ടയർ 3 സിറ്റീസിലുള്ള ആൾക്കാരെ പോലും, അതായത് റിമോട്ടായിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള ആൾക്കാരിൽ പോലും ഇമ്മീഡിയറ്റ് നെസസിറ്റി അല്ലാത്ത പ്രോഡക്റ്റുകൾ പോലും പർച്ചേസ് ചെയ്യുന്നതിന് അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഈ പറയുന്ന എന്താ പറയാ ലക്ഷറിയെ ഡെമോക്രൈറ്റൈസ് ചെയ്തു EMI സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രമൊന്നുമല്ല, കൊമേഴ്സ് സംവിധാനം വന്നത് വളരെയധികം ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് കൺസപ്ഷനിലെ ഷിഫ്റ്റ്, ഇതേ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് മാറിയ സമയത്ത് സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള കോൺസെപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിനെ പറ്റി അറിയാത്ത ആരുമില്ല. ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ കടയിൽ പോയി വാങ്ങി കൊണ്ടുവന്ന് കഴിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത്. ഇന്നും ആ ബുദ്ധിമുട്ടൊന്നുമില്ല. മൊബൈൽ എടുക്കാനായിട്ട് ക്ലിക്ക് ചെയ്യുക, ആവശ്യമുള്ള ഭക്ഷണം വീട്ടിൽ കൊണ്ടുവരാനായിട്ട് ആളുണ്ട്. അതിന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാണ്ട് റേറ്റും കൊടുക്കാൻ പറ്റും. ഇവരൊക്കെ ഓഫർ ഒക്കെ അപ്ലൈഡ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ കോസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലാണ്ട് സാധനം നമുക്ക് വീട്ടിൽ കിട്ടുകയും ചെയ്യും. ദിസ് ഇസ് അനദർ റീസൺ ഫോർ കൺസ്യൂമറിസം നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ കൺസ്യൂമറിസം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട് അതിനെ കണക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞു വെച്ചോണം. കൺസ്യൂമറിസവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെയും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താ കൺസ്യൂമറിസം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. എന്താണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഏരിയ എന്നുള്ളത് പിടികിട്ടി. ഞാൻ ആ ചോദ്യം വെച്ച് തന്നെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി റിയാലിറ്റി ഈ കാര്യം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, so moving on to another question, which tax in India is commonly referred to as the Google tax? നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാറില്ല. പക്ഷെ നിങ്ങൾ അടുത്തിടെ കുറച്ച് മാസങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗൂഗിളുമായിട്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും മെറ്റ എന്ന് പറയുമ്പോൾ ഫേസ്ബുക്കിന്റെ പാരന്റ് കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത്. മെറ്റയായിട്ടൊക്കെ അടി ഉണ്ടായ കാര്യമൊക്കെ നമുക്കറിയാം. അടി ഉണ്ടായി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പിന്നെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില
ചർച്ചകൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. പത്രങ്ങളിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒരു പക്ഷെ നിങ്ങൾ പോയിട്ടുണ്ടാവില്ല. അങ്ങനെ ഡീറ്റെയിൽസിലേക്ക് പോയിട്ടില്ലാത്ത പക്ഷം ഈ ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം അറിയാമായിരിക്കുകയും ചെയ്യും. സി വിച്ച് ടാക്സ് ഇൻ ഇന്ത്യ ഈസ് കോമൺലി റെഫേർഡ് ടു ആസ് ഗൂഗിൾ ടാക്സ്. ഗൂഗിൾ ടാക്സ് എന്ന് പറയുന്ന ഒരു കോമൺ ടെർമിനോളജി മാത്രമാണ്, അത് ആക്ച്വൽ ടെർമിനോളജി അല്ല കേട്ടോ. അപ്പൊ എന്താ ഗൂഗിൾ ടാക്സ് എന്ന് പറയുന്നത്? ഇപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണെ, പുതിയ കുട്ടികൾ ആരെങ്കിലും ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിന്റെ ബേസിസ് ഒന്നും അറിയില്ലല്ലോ എന്ന് കരുതരുത്. ഇതെല്ലാം ഞാൻ ഈ പറയുന്നത് ഒന്നുമായിട്ട് കണക്റ്റഡ് ഒന്നുമല്ല, പുതിയ പുതിയ കോൺസെപ്റ്റുകൾ തന്നെയാണ്. ഇതൊന്ന് അറിഞ്ഞറിഞ്ഞ് പോയേക്കുക നിങ്ങൾ കേട്ടോ. ഒരു വാല്യൂ അഡീഷൻ ആണ്. ഇതെല്ലാം അറിഞ്ഞറിഞ്ഞ് തന്നെ പോയേക്കുക നിങ്ങൾ. പിന്നീട് ഇതിനെപ്പറ്റി കേൾക്കുന്ന സമയത്ത് അറിയാതിരിക്കുന്ന സാഹചര്യം വരരുത്. ഇതിനകത്ത് പലതും റിപ്പീറ്റ് ചെയ്ത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളുമാണ്. ഓക്കെ, ഇപ്പൊ എന്താ സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആണോ, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ആണോ, ഇക്വലൈസേഷൻ ലിവൈ ആണോ, അതോ ഇമ്പോർട്ട് ഡ്യൂട്ടി ആണോ? ഇതൊക്കെയാണ് ചോദ്യത്തിനകത്ത് ഏതിനെയാണ് നമ്മൾ ഗൂഗിൾ ടാക്സ് എന്ന് റെഫർ ചെയ്യുന്നത്. ഗൂഗിൾ ടാക്സ് ഒരു പ്രയോഗമാണ്, ഒരു പദപ്രയോഗം പോലെ വന്നിരിക്കുന്ന പ്രയോഗമാണ്. യെസ്, വെരി ഗുഡ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആൻസേഴ്സിന്റെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അതിനോടൊപ്പം ഞാൻ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ ആൻസർ ഏതാണെന്ന് പറഞ്ഞില്ല എന്ന് തോന്നുന്നു അല്ലേ? യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കൂടി ഒന്ന് പറയാനുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതിലേക്ക് പോവാണ്. എഫിഷ്യന്റ് കൺസ്യൂമറിസം ക്യാൻ ബി അച്ചീവ്ഡ് ബൈ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് മേ ബി വെരിഫൈഡ് ബിഫോർ ബൈങ് ഫ്രം മാർക്കറ്റ്. തീർച്ചയായിട്ടും അതെ. എഫിഷ്യന്റ് ആയിട്ട് എനിക്ക് കൺസ്യൂമറിസം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് സ്റ്റാൻഡേർഡ്സ് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പ് വെരിഫൈ ചെയ്തിട്ടുണ്ടാണ്. പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് വെരിഫൈ ചെയ്തിട്ടുണ്ടാകുന്നത് ഒരു കോമൺ കോൺസെപ്റ്റാണ്. വേസ്റ്റ് മിനിമൈസേഷൻ ടെക്നിക്സ് ക്യാൻ ബി അഡോപ്റ്റഡ്. യെസ്, തീർച്ചയായിട്ടും എഫിഷ്യന്റ് കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ, എഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയാ, പോയി. ഓക്കെ, എഫിഷ്യന്റ് കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം എന്താ പറയാ കൺസപ്ഷന് എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള കൺസ്യൂമറിസം. അതിന് വേസ്റ്റേജ് എന്ന് പറയുന്നത് പരമാവധി മിനിമൈസേഷൻ ചെയ്യുന്നത് തന്നെയല്ലേ ഏറ്റവും നല്ലത്? തീർച്ചയായിട്ടും വേസ്റ്റ് മിനിമൈസേഷൻ ആണ് ഏറ്റവും നല്ലത്. റീസൈക്ലിംഗ് ആൻഡ് പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മെറ്റീരിയൽസ് ക്യാൻ ബി ഡൺ. തീർച്ചയായിട്ടും യെസ്. മെറ്റീരിയൽസിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നത് നമുക്ക് മെർക്കാന്റിലിസത്തിനകത്ത് കൺസ്യൂമറിസത്തിനകത്ത് എഫിഷ്യന്റ് ആയിട്ടുള്ള കൺസ്യൂമറിസം ഫോളോ ചെയ്യുന്നതിന്റെ ഒരു ആസ്പെക്ട് ആയിട്ട് പറയാം. എനാക്ട്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രിക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയുന്നുണ്ട്. സ്ട്രിക്റ്റ് ലെജിസ്ലേഷന്റെ കാര്യം നമുക്ക് ഉറപ്പൊന്നും തോന്നുന്നില്ല. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം കൊണ്ടുവരണോ ഈ കൺസ്യൂമറിസം എഫക്റ്റീവ് ആയിട്ട് നടക്കാൻ? അതിന്റെ കാര്യത്തിൽ ഉറപ്പില്ല. എങ്കിൽ കൂടിയും നമ്മൾ ഉത്തരത്തിലേക്ക് പോകും. 1, 2, 3 നമുക്ക് ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. ഉത്തരത്തിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻസിൽ ഇതിനകത്ത് 1 മാത്രമേ ഉള്ളൂ, അത് വരത്തില്ല. 2 മാത്രമേ ഉള്ളൂ, അത് വരത്തില്ല. 1, 2 മാത്രമേ ഉള്ളൂ, അതും വരത്തില്ല. പിന്നെയുള്ള ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാം ശരി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അങ്ങനെയാണെങ്കിൽ എനാക്ട്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രിക്റ്റ് ലെജിസ്ലേഷനും ഇതിന്റെ ഭാഗമായിട്ട് വരും, എഫിഷ്യന്റ് കൺസ്യൂമറിസത്തിന്റെ ഭാഗമായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ.